ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ലംഘിച്ച് യുദ്ധം പുതിയ മേഖലകളിലേക്ക് പടരുന്നത് ലോകത്തെ മുൾമുനയിൽ നിർത്തുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇറാന്റെ മിസൈലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അതിതന്ത്ര പ്രധാനമായ അമേരിക്കൻ ബ്രിട്ടീഷ് സൈനിക താവളമായ ഡീഗോ ഗാർഷ്യയെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ദക്ഷിണേന്ത്യയുടെ സുരക്ഷയും ആഗോള സമ്പദ് വ്യവസ്ഥയും അടിമുടി ഉലയ്ക്കുന്ന ഒരു മഹാവിപത്തായി മാറുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർഷ്യ അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായ കോട്ടയായാണ് അറിയപ്പെടുന്നത്. B-52 ബോംബർ വിമാനങ്ങളും ആണവ അന്തർവാഹിനികളും നിലയുറപ്പിച്ചിട്ടുള്ള ഈ താവളം ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും അമേരിക്കയ്ക്ക് അധികാരം പ്രയോഗിക്കാൻ സഹായിക്കുന്ന കേന്ദ്രമാണ്. ഇറാന്റെ 2 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഈ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചു എന്നത് സമുദ്ര സുരക്ഷാ സമവാക്യങ്ങളെ പാടെ തകിടം മറിച്ചു. മിസൈലുകൾ തകർക്കപ്പെട്ടെങ്കിലും തങ്ങളുടെ പ്രഹരശേഷി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം നീളുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇത് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെയുള്ള ആക്രമണം ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് ശ്രീലങ്കയും മാലിദ്വീപിനെയുമാണ്. യുദ്ധം തങ്ങളുടെ പടിവാതിക്കൽ എത്തിയെന്ന തിരിച്ചറിവ് കൊളംബോയെ കടുത്ത തീരുമാനങ്ങളിലേക്കും നയിച്ചു. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ മണ്ണിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ച ശ്രീലങ്കയുടെ നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി. ഇറാന്റെ മിസൈൽ പരിധിയിൽ തങ്ങളും ഉൾപ്പെടുമെന്ന ഭയമാണ് ലങ്കയെ ഇതിന് പ്രേരിപ്പിച്ചത്. ഒരു വശത്ത് ചൈനയുടെ സ്വാധീനവും മറുവശത്ത് അമേരിക്കയുടെ സമ്മർദ്ദവും നേരിടുന്ന ശ്രീലങ്കയ്ക്ക് ഇറാന്റെ ഈ നീക്കം വലിയ നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുദ്ധത്തിന്റെ ഭാഗമായാൽ തങ്ങളുടെ ടൂറിസം മേഖലയും സാമ്പത്തിക അടിത്തറയും തകരുമെന്ന് അവർ ഭയപ്പെടുന്നു.